ഹലോ ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ സമയം 10 മണിയായിട്ടുണ്ട്. നമ്മൾ ഫാമിലി ആയിട്ടൊരു ഔട്ടിങ്ങിന് പോവാണ്. നൈറ്റ് റൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ മെയിനായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് എല്ലാവരും ഒന്ന് പുറത്തോട്ട് പോവാം എന്നൊക്കെ ഒരു പ്ലാൻ ഇട്ടത്. അങ്ങനെ നമ്മൾ കല്ലാട്ടുമുക്കുള്ള ഗ്രീൻ പിസാരിയിലാണ് പോണത്. അങ്ങനെ രാത്രി എല്ലാവരുമായിട്ട് വൈബടിച്ചൊക്കെ പോവാണ്. ശരിക്കും പറഞ്ഞാൽ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ രാത്രിയൊക്കെ ഇങ്ങനെ ഡ്രൈവിന് പോകുന്നത്. പ്രഗ്നൻസി ടൈമിൽ അങ്ങനെ രാത്രിയുള്ള കറക്കമൊക്കെ നല്ല കുറവായിരുന്നു, ശരിക്കും പറഞ്ഞാൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പുറത്തൊക്കെ അതും രാത്രിയൊക്കെ പോകുമ്പോൾ തന്നെ നല്ല നല്ല രസമുണ്ടായിരുന്നു. നല്ല രീതിക്ക് എൻജോയ് ചെയ്തായിരുന്നു. ഈ ലൈറ്റൊക്കെ കണ്ടൊക്കെ ഇങ്ങനെ പോകാൻ തന്നെ നല്ല രസമായിരുന്നു. പിന്നെ ഫാമിലി ആയിട്ട് കൊണ്ട് പോയതുകൊണ്ട് നല്ല വൈബായിരുന്നു. എല്ലാവരും പാട്ടും ഒരു ഓളം തന്നെയായിരുന്നു. അത്യാവശ്യം ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. 10-10:30 ആയിട്ടും നല്ല വണ്ടിയും എല്ലാം ഉണ്ടായിരുന്നു. ഇതൊക്കെ എൻ്റെ ഇത്തായും മക്കളും ബ്രദറും എല്ലാവരും ഉണ്ട്. നല്ലൊരു ട്രിപ്പായിരുന്നു. ഞാൻ ഈ ഗ്രീൻ പിസാരിയിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. അവിടെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെയാണ് മെയിനായിട്ടുള്ളതെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ കടയിലെത്തിയായിരുന്നു. അങ്ങനെ നമ്മളിവിടെ ഇറങ്ങി. ഒരു ആംബിയൻസൊക്കെ സൂപ്പറാണ്. അങ്ങനെ നമ്മൾ മുകളിലാണ് ഡൈനിങ്ങിന് കയറിയത്. അങ്ങനെ മുകളിൽ കയറിക്കഴിഞ്ഞായിരുന്നു. നല്ലൊരു ആംബിയൻസൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ മെനു കാർഡൊക്കെ നോക്കി നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ ഫുഡൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നമ്മളിങ്ങനെ ഇരിക്കുവാണ്. നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു ആംബിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ എത്തിക്കൊണ്ടിരിക്കുവാണ്. ഫ്രഞ്ച് ഫ്രൈസും സോസും നമ്മളാദ്യം കിട്ടി. പിന്നെ നമുക്ക് പിസ്സ കഴിച്ചായിരുന്നു. നല്ല ടേസ്റ്റി പിസ്സ ആയിരുന്നു. പിന്നെ നമ്മൾ ചിക്കനും ബണ്ണുമായിട്ട് കഴിച്ചായിരുന്നു. പിന്നെ ബ്രോസ്റ്റഡും മയണൈസും നല്ല സോഫ്റ്റ് ആയിരുന്നു ചിക്കനൊക്കെ. പിന്നെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഇൻഫ്യൂസ്ഡ് ചിക്കനായിരുന്നു ഇത്. ശരിക്കും ഞാൻ ഇത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തന്നെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. സംഭവം കൊള്ളായിരുന്നു. ഈ ഫയറിങ്ങൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇത് ശരിക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ തീയൊക്കെ പോകുന്ന പോലെ നല്ല രസമുണ്ടായിരുന്നു. നമ്മളവിടെ പെരി പെരി ഇൻഫ്യൂസ്ഡ് ചിക്കനും അറേബ്യനുമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പെരി പെരി അത്യാവശ്യം നല്ല എരിവൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു. അതുപോലെ തന്നെ അറേബ്യനും മേടിച്ചിട്ടുണ്ടായിരുന്നു. അതും നല്ല ടേസ്റ്റി ആയിരുന്നു. നല്ല സ്വീറ്റി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് അത്യാവശ്യം എരിവൊക്കെയാണ് ഇഷ്ടം. അതുകൊണ്ട് പെരി പെരിയാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണിത്. അത്യാവശ്യം നല്ല എരിവാണെങ്കിലും നന്നായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ മസാലയൊക്കെ ഇരിക്കുന്നത് തന്നെ. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും 2 വെജ് പിസയും കൂടെ ഓർഡർ ചെയ്തായിരുന്നു. അതും നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ നമ്മൾ ലാസ്റ്റ് ഒരു ലാവ കേക്കും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, ഈ ലാവ കേക്കൊക്കെ. പക്ഷേ നല്ല ടേസ്റ്റി ആയിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റൊക്കെ തന്നെയാണ്. നല്ലൊരു സൂപ്പർ ഐറ്റം തന്നെയാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങുവാണ്. നല്ലൊരു എല്ലാവർക്കും നല്ല രീതിക്ക് ഇരുന്നൊക്കെ കഴിക്കാൻ പറ്റിയൊരു ആംബിയൻസ് തന്നെയാണ്. അങ്ങനെ നമ്മൾ താഴോട്ട് ഇറങ്ങി ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് നമ്മൾ പാർസലൊക്കെ വാങ്ങിച്ച് നമ്മൾ പുറത്തിറങ്ങി കാറിലൊക്കെ കയറി നമ്മൾ വീട്ടിലോട്ട് പോകാനുള്ളൊരു ഇതിലായിരുന്നു. പക്ഷേ നമ്മൾ ചെന്നെത്തിയത് ബുഹാരിയിലാണ്. എല്ലാവർക്കും കരിക്കൻ ഷേക്കും ഷാർജ ഷേക്കും ഒക്കെ വേണമെന്നൊക്കെ ആയി. അങ്ങനെ നമ്മൾ അവിടെ പോയി ബുഹാരിയിൽ പോയി ഓർഡർ ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അത്യാവശ്യം തിരക്കാണ്. നല്ല രാത്രിയായിട്ടും നല്ല തിരക്കൊക്കെ ഉണ്ട്. മാമ നല്ല സ്പീഡിനാണ് എല്ലാം അടിച്ചൊക്കെ തന്നത്. അങ്ങനെ നമുക്ക് ഷാർജ ഷേക്കൊക്കെ കിട്ടിയായിരുന്നു. നമ്മൾ കാറിൽ കൊണ്ടുവച്ച് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം വാങ്ങിച്ചുകൊണ്ട് റോഡിൽ കൂടെ നടന്നാണ് പോയത്. ഞാൻ ഷാർജ ഷേക്കാണ് എടുത്തത്. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നല്ല എരിവോടെയൊക്കെ കഴിച്ചിട്ട് ഇവിടെ വന്ന് നല്ല തണുപ്പൊക്കെ കഴിച്ചുകൊണ്ട് നല്ലൊരു ടേസ്റ്റും ഒരു രാത്രിയത്തെ ഒരു വൈബിൽ നിന്ന് കുളിക്കാൻ നല്ലൊരു ആംബിയൻസും ഒക്കെ ആയിരുന്നു.
പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അങ്ങനെ നമ്മൾ കാറിൽ കയറി നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ വീടെത്തി. രാത്രി ഒരു 12:30 സമയത്തൊക്കെയാണ് നമ്മൾ വീടെത്തിയത്. അങ്ങനെ നമ്മൾ വീട്ടിൽ കയറി. അങ്ങനെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.